391 ശ്രീ സജീവ് ജോസഫ്, ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി. സാറേ, ഉണ്ട്. കണ്ണൂർ വിമാനത്താവള പദ്ധതിയുടെ റൺവേ നിലവിലുള്ള 3050 മീറ്ററിൽ നിന്ന് 4000 മീറ്ററാക്കി ദീർഘിപ്പിക്കുന്നതിനായി ഏകദേശം 245.33 ഏക്കർ സ്വകാര്യ ഭൂമി ഏറ്റെടുത്ത് നൽകുന്നതിന് അർദ്ധനാധികാരിയായ കിൻഫ്ര മാനേജിംഗ് ഡയറക്ടർ അർദ്ധന സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 2013 ആക്ടിൽ നിഷ്കർഷിച്ചിരിക്കുന്നത് പ്രകാരം സാമൂഹ്യ ആഘാത പഠനം നടത്തി ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. തുടർന്ന് പദ്ധതികൾക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള 11-1 വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പദ്ധതിയുമായി ബന്ധപ്പെട്ട ബേസിക് വാല്യൂ റിപ്പോർട്ട് നടപടികൾ പൂർത്തീകരിച്ചു. ഇതോടെ ഭൂമിയുടെ വിലനിർണ്ണയം പൂർത്തിയായി. അടുത്ത ഘട്ടം എന്ന നിലയിൽ ഡീറ്റെയിൽ വാല്യൂ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി വരികയാണ്. ഭൂമിയിലെ കെട്ടിടങ്ങൾ, വിളകൾ, മരങ്ങൾ ഉൾപ്പെടെയുള്ള ചമയങ്ങളുടെ വിലയും അപേക്ഷകൻ്റെ മറ്റു ഭൂമിക്കുണ്ടാകുന്ന നഷ്ടവും മറ്റും നിർണ്ണയിക്കുന്നതാണ് DVS. ഇതിൽ വിളകൾ, മരങ്ങൾ എന്നിവയുടെ വില നിർണ്ണയിച്ചു കഴിഞ്ഞു. കെട്ടിടങ്ങളുടെ വില നിർണ്ണയിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കോഴിക്കോട് REC ആണ്. RECയുടെ പ്രവർത്തനം പകുതിയിലേറെ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കെട്ടിടങ്ങളുടെ വില കൂടി ലഭിച്ചാൽ DVS പൂർത്തിയാകും. ബേസിക് വാല്യൂ റിപ്പോർട്ട് പ്രകാരം കണക്കാക്കിയ തുകയെ നഗരത്തിൽ നിന്നുള്ള ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഘടകം കൊണ്ട് ഗുണിക്കുകയും ഡീറ്റെയിൽ വാല്യൂ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം കണക്കാക്കിയ തുകയോടൊപ്പം 100% സ്വലേഷ്യം കൂടി കണക്കാക്കിയാണ് അന്തിമ അവാർഡ് നിശ്ചയിക്കുന്നത്. വില നിർണ്ണയം കഴിഞ്ഞ് കളക്ടർ അർദ്ധനാധികാരിക്ക് നിർദ്ദേശം നൽകുന്നതിനെ തുടർന്ന് വസ്തു ഏറ്റെടുക്കൽ ആവശ്യമായിട്ടുള്ള തുക ഡെപ്പോസിറ്റ് ചെയ്യുന്ന മുറയ്ക്ക് 2013 ആക്ട് പ്രകാരം 19-1 പ്രഖ്യാപനം നടത്തുന്നതാണ്. തുടർന്ന് രേഖകൾ പരിശോധിച്ച് നഷ്ടപരിഹാര തുക വിതരണം ചെയ്യും. കുടിയൊഴിക്കപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസത്തിന് പ്രത്യേക കരട് പാക്കേജ് തയ്യാറാക്കി സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലാ കളക്ടർ പ്രത്യേക കരട് പാക്കേജ് തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. കീഴല്ലൂർ ഗ്രാമത്തിലെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനും നടപടികൾ വേഗത്തിലാക്കാനും ബന്ധപ്പെട്ടവരുടെ യോഗം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ മാസത്തിൽ തന്നെ ചേരുന്നതാണ്. 2013 ഭൂമി ഏറ്റെടുക്കൽ ന്യായമായ നഷ്ടപരിഹാരത്തിനും പുനഃസ്ഥാപനത്തിനുമുള്ള അവകാശ നിയമപ്രകാരം 11-1 പ്രാഥമിക വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ പ്രാഥമിക വിജ്ഞാപനത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഭൂമിയെ സംബന്ധിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള ഇടപാടുകൾ ഏർപ്പെടുകയോ ഇടപാടുകൾക്ക് ഇടയാക്കുകയോ അങ്ങനെയുള്ള ഭൂമിയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ബാധ്യതകൾ ഉണ്ടാവുകയോ ചെയ്യാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. എന്നാൽ കളക്ടർക്ക് വസ്തുവിൻ്റെ ഉടമസ്ഥൻ നൽകുന്ന അപേക്ഷയിൽ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള പ്രത്യേക പ്രശ്നങ്ങളിൽ രേഖപ്പെടുത്തി വ്യവസ്ഥയിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ്. സിയും ഡിയും 29/12/2017 GOMS 448/2017 RD ഉത്തരവ് പ്രകാരമുള്ള പുനരധിവാസ പാക്കേജിന് ഉപരിയായി എന്തെങ്കിലും അനുവദിക്കേണ്ടതുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഭരണവകുപ്പ് സ്പെഷ്യൽ പാക്കേജ് പുറപ്പെടുവിക്കേണ്ടതാണ്. കണ്ണൂർ വിമാനത്താവള റൺവേ വികസനം ഏറ്റെടുക്കുമ്പോൾ വീട് നഷ്ടപ്പെടുന്ന 200-ൽ-അധികം പേർക്ക് കുടുംബങ്ങൾക്ക് പുനരധിവസിപ്പിക്കാനുള്ള ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നതിന് ഒരു പ്രത്യേക കരട് പാക്കേജ് ശുപാർശ ചെയ്യാൻ കണ്ണൂർ ജില്ലാ കളക്ടർക്ക് ഗതാഗത വകുപ്പ് നിന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളതും ജില്ലാ കളക്ടർ കരട് സ്പെഷ്യൽ പാക്കേജ് തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഭൂമി ഏറ്റെടുക്കലിൻ്റെ പ്രശ്നം ചർച്ച ചെയ്യാൻ ഈ മാസം തന്നെ മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട്.